അർത്ഥപ്രാണനായി വേദനയിൽ പൊളിയുന്ന ഈ മനുഷ്യനെ ആരാണ് രക്ഷിക്കുന്നത് എന്നറിയാൻ ആ മനുഷ്യൻ ഇങ്ങനെ വേവലാതിയോടെ കിടക്കുക. അപ്പോൾ അതിലെ ഒരു പുരോഹിതൻ കടന്നു വരും. പുരോഹിതൻ ആ മനുഷ്യനെ, അർത്ഥപ്രാണനായ മനുഷ്യനെ തുറിച്ചു നോക്കുന്നു. ആരും തന്നെ കണ്ടില്ല എന്നറിഞ്ഞപ്പോ ആ പുരോഹിതൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഈ മനുഷ്യന് വളരെ വിഷമം തോന്നുന്നു. ഇതാ പള്ളികളിലെ ചുങ്കമൊക്കെ പിരിക്കുന്ന ധനാഢ്യനായ ഒരു ലേവ്യനും അതുവഴി വരികയാണ്. ലേവ്യൻ അവിടെ വന്നു. ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ട് മനസ്സറിഞ്ഞു, പക്ഷേ സഹായിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് താനും നീങ്ങിക്കളഞ്ഞു. തന്നെ ഇനി രക്ഷിക്കാൻ ആരുണ്ട്? ഇതാ ചില നിമിഷങ്ങൾക്കകം അവിടെ ഒരു ശമരിയക്കാരൻ കടന്നു വരുന്നു. ശമരിയക്കാരൻ മനുഷ്യനെ കണ്ട് മനസ്സറിഞ്ഞ് അവന്റെ കൂടെ അവിടെ ഇരുന്ന് അവന്റെ മുറിവുകളെയൊക്കെ തൂത്ത്, അവന്റെ മുറിവുകളെയൊക്കെ കെട്ടി പതിയെ അവനെ താങ്ങിയെടുത്ത് അവൻ വന്ന കഴുതയുടെ പുറത്തേക്ക് അവനെ ഇരുത്തി. അവനെ കൊണ്ട് ഒരു അല്പദൂരം മുമ്പിലേക്ക് നടന്നു. ആ കഴുതപ്പുറത്ത് അർത്ഥപ്രാണനായ മനുഷ്യനെ കൊണ്ടല്ലേ ആ ശമരിയക്കാരൻ ഇതാ ഒരു സത്രത്തിലേക്ക് വരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ സത്രത്തിലേക്ക് വന്നപ്പോൾ ശമരിയക്കാരൻ അർത്ഥപ്രാണനായ മനുഷ്യനെ അവിടുത്തെ സത്രക്കാരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവനെ നന്നായിട്ട് ശുശ്രൂഷിക്കണം. എന്തെങ്കിലും അധികം ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തിരികെ തന്നുകൊള്ളാം. അങ്ങനെ കഴുതയും ആ സത്രത്തിൽ ഏൽപ്പിച്ചിട്ട് ശമരിയക്കാരൻ അവിടെ നിന്ന് മടങ്ങി.